എങ്ങനെയാണ് കുളിപ്പിക്കണേ? പൊക്കം കൂടുതലുള്ളതിന് ഇങ്ങനെ വയ്ക്കണം. പുല്ല് ഇങ്ങനെ കെട്ടിയിട്ട് വെള്ളത്തിലിടും. ഞാൻ കെട്ടി കഴിയുമ്പോ ഇതിങ്ങനെ അടക്കി വെറും 650 രൂപയ്ക്ക് വാങ്ങിയ പശുവിൽ തുടങ്ങിയ ഫാം. ഇങ്ങനെ പശു വളർത്തൽ ആരംഭിച്ച ഒരു വീട്ടമ്മയുടെ പശു വളർത്തലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോഴും നമ്മുടെ എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പഞ്ചായത്തുള്ള കുഞ്ഞിപ്പെണ്ണ് ചേച്ചിയുടെ വീട്ടിലാണ്. ചേച്ചിക്ക് ഇവിടെ വെറും 8 സെന്റ് സ്ഥലം മാത്രമുള്ളൂ. ഈ 8 സെന്റിലാണ് ചേച്ചിയുടെ വീടും അതോടൊപ്പം തന്നെ 6 പശുക്കളും അതിന്റെ കുട്ടികളും ഉള്ളത്. പിന്നെ ചേച്ചി കഴിഞ്ഞ 18 വർഷത്തോളമായി വീടിനോട് ചേർന്ന് ഇതുപോലെ 6 പശുക്കളെ വളർത്തി ജീവിക്കുന്നു. അപ്പൊ നമ്മളിന്ന് കാണാൻ പോകുന്ന കുഞ്ഞിപ്പെണ്ണ് ചേച്ചി തന്റെ 8 സെന്റിൽ എങ്ങനെയാണ് 6 പശുക്കളെ വളർത്തുന്നത് എന്നും അതോടൊപ്പം തന്നെ ഈ 6 പശുക്കൾക്ക് എങ്ങനെയാണ് തീറ്റ കണ്ടെത്തുന്നതുമാണ്. അപ്പൊ ഇതിന്റെ കാഴ്ചകളാണ് നമ്മളിത് കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകും. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേര് പറയാവോ? എന്റെ പേര് കുഞ്ഞിപ്പെണ്ണ്. സ്ഥലം പറയാവോ? മാളയ്ക്കമാളം, പഴങ്ങനാട്. പിന്നെ എത്ര വർഷമായിട്ടാണ് ഈ ഒരു പശു വളർത്തൽ മേഖല? പശു വളർത്ത് ഞാൻ ഇന്നലെ 15 വർഷം എന്ന് പറഞ്ഞു, 18 വർഷമായി. 18 വർഷമായി. എങ്ങനെയാണ് ഈ ഒരു പശു വളർത്തൽ മേഖലയ്ക്ക് വന്നത്? ഒരു കിടാവിനെ മേടിച്ച് വളർത്തി. മോനാണ് മേടിച്ചു 650 രൂപയ്ക്ക് മേടിച്ച പശു. അപ്പൊ ഞാൻ പണിക്ക് പോയിരുന്നു. എവിടെ പണിക്ക് പോണേ? സമരറ്റം ഹോസ്പിറ്റലിലെ അവിടെ മടമുണ്ട്. അവിടെ പശു വളർത്തൊക്കെ ഉണ്ടായിരുന്നു, ഫാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്നാണ് ഇത് പഠിച്ചേ. അതെല്ലേ? അവിടെ നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പൊ അത് വലുതായി കുത്തിവെച്ച് പ്രസവിച്ച് കഴിഞ്ഞപ്പോ പിന്നെ പണിക്ക് പോകണ്ടായി. 25 വർഷം അങ്ങാണ്ട് അവിടെ പണിതില്ലേ? 25 വർഷം ഞാൻ അവിടെ പണിതു. 25 വർഷം അവിടെ പണിതിട്ട് അവിടെ പഠിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് ഈ പശു വളർത്തലേക്ക്. ഓക്കെ. എന്നിട്ട് ഒരു പശു പ്രസവിച്ച് കഴിഞ്ഞ് പിന്നെ അതിന്റെ കിടാവിനെ വളർത്തി. അതും ആയി കഴിഞ്ഞ് അങ്ങനെ കിടാക്കളെ മാത്രം നിർത്തി. അത് കഴിഞ്ഞ് വേറെ ഒരാളോട് ഒരു പശുവിനെ കൂടി മേടിച്ചു. അതിന് പണിക്ക് പോണില്ല. 3 അങ്ങനെ 3 5 6 വരെ ആയി. വളരെ ചെറിയ സ്ഥലമേ ഉള്ളൂ കേട്ടോ. കുറച്ച് സ്ഥലത്താണ് ഈ ഒരു 8 സെന്റ് സ്ഥലമുള്ളൂ. 8 സെന്റ് സ്ഥലത്തിൽ വീടും പിന്നെ ഈ ഒരു പശു തൊഴുത്തും ഉള്ളത്. നമുക്കൊന്ന് കണ്ടു. ചാണാക്കുഴി. ചാണാക്കുഴിയാണ്. അത് ചാണാക്കുഴിയാണ്. ഓക്കെ. പക്ഷെ ഇവിടെ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് അത്തിക്ക് കയറിയാലോ? ഇതെന്താ ചേച്ചി ഇവിടെ പുല്ല് കുറെ? ഇത് പുല്ല് ഇങ്ങനെ വെക്കാനായിട്ടുള്ള സ്ഥലമായിട്ട് സ്ഥലമാണ്. എപ്പോഴാ ചേച്ചി പുല്ലൊക്കെ വെട്ടാൻ പോണേ? രാവിലെ 6:15 6:30. ഈ സൈഡിലൊന്നും പുല്ലൊക്കെ കുറവല്ല. അപ്പൊ എവിടെ പോയി വെട്ടണേ? അങ്ങോട്ട് ആ വീഗലാൻഡിന്റെ ആ പാടത്ത് പോകും. വീഗലാൻഡിന് അങ്ങോട്ടോ? എന്റെ ദൈവം, ആ സമയത്ത് പോകും. 6:15 6:30 വെളുപ്പിന്. തിരിച്ചു വരുമ്പോ 11:30 ആവും. ഞാനും ചേട്ടനും പോകും. ചേട്ടൻ പേരെന്താ? കണ്ണപ്പൻ. ചേച്ചിയും ചേട്ടനും കൂടെയാണ് ഈ പശു വളർത്തൽ മുന്നോട്ട് പോകുന്നത്. പിന്നെ മോനും കൂടും. പശു കറക്കാൻ ആള് വരാത്തപ്പോ മോൻ കറക്കും, പാല് കൊണ്ടുപോയി കൊടുക്കും, തീറ്റ കൊണ്ടുവരണം, തിരി പിന്നെ പുല്ല് ഓട്ടോറിക്ഷയ്ക്ക് എടുക്കണം. അങ്ങനെ ഞങ്ങള് 3 ആളാണ് നടത്തുന്നത്. ഓക്കെ. ഈ കാണുന്ന കേട്ടോ പശു തൊഴുത്ത്. ഇതിപ്പോ കിടാവാണല്ലേ? അത് കുത്തിവെച്ചു. എത്രാമത്? 6 ഉണ്ടായി. ഒരെണ്ണം നില കൊടുത്തതാ മിനിയാന്ന്. അതെല്ലേ? ഓക്കെ. ഇത് ആദ്യത്തെ കിടാവാണ്. എത്ര മാസം ജനായിട്ടുണ്ട്? ഇല്ല, ഈ മാസം കുത്തിവെച്ചേ. അതെല്ലോ? ഓക്കെ. ഇവിടെ ഒരു കുട്ടി ഉണ്ടല്ലോ. ഇത് പ്രസവിച്ചത്. അത് മേടിച്ച പശുവാ. ഇടയ്ക്ക് മേടിച്ചതാണ്. ഒരെണ്ണത്തിന് കൊടുത്തു, പിന്നെ വാങ്ങിച്ചു. ഓക്കെ. ഇവിടെ ചെറിയ പശുക്കളാണ് ഉള്ളത് ഇവിടെ ഈ ഒരു സൈഡിലല്ലേ? ഓക്കെ. ഇതിപ്പോ ഈ പശു തൊഴുത്ത് ഒരുപാട് നാളായ പണിത്. എങ്ങനെയാ ചേച്ചി ഇതിന്റെ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ? സ്റ്റാർട്ടിങ്ങിൽ അതാ പറഞ്ഞേ, ഒരെണ്ണം അവിടെ ചെറിയൊരു കിടാവിനെ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ ആയിരുന്നു പശു തൊഴുത്ത്? അല്ല, അവിടെ ആയിരുന്നു ആദ്യം തൊഴുത്ത് വേണത്. അവിടെ ആ സൈഡിലല്ലേ? അത് അവിടെ കൊള്ളാതായിപ്പോ ഇപ്പുറത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ കൂട്ടിയെടുത്തു. ചേച്ചിയുടെ പശു വളർത്തിന്റെ അനുഭവങ്ങൾ പറയാമോ? തുടക്കത്തിൽ എന്തായാലും പൈസ ഉണ്ടാവൂലല്ലോ, ചെറിയ കിടാവായിരുന്നല്ലോ. അത് എങ്ങനെയായിരുന്നു നമ്മുടെ ഇത്രത്തോളം പശുക്കളിലേക്ക് എത്തിയത്? അത് കുറേശ്ശെ ഈ പാല് വിറ്റ് അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു, പിന്നെ 2 അങ്ങനെ അതിന്റെ കിടാവിനെ വളർത്തി. അങ്ങനെ ഇത് കൂട്ടു പശുവായിരുന്നു ഈ ഒരു HF? അതെ. ആദ്യം ചെറുതൊരു കറുത്ത കിടാവായിരുന്നു വാങ്ങിച്ചത്. ഇത്ര വാങ്ങിച്ചു. ഇത്ര ഉണ്ടായില്ല, അതിലും ചെറുതായിരുന്നു വാങ്ങിച്ചത്. അന്ന് ഒരു 10,000 രൂപയ്ക്ക്. എത്രയായിരുന്നു? 650 രൂപയ്ക്ക്. 650 രൂപയ്ക്ക് തുടങ്ങിയതായിപ്പോ. 18 വർഷമായി ഞാൻ പറഞ്ഞില്ലേ? അതെ. എന്നിട്ട് അതിന്റെ കിടാവിന് 6 പ്രസവം വരെ അതിന് നിർത്തി. 6 പ്രസവം വരെ നിർത്തിയോ? അത് ഈ ഒരു ഇനാകുമ്പോ നല്ല ഹെൽത്തി ആയിരുന്നു, ആരോഗ്യം ഉണ്ടായിരുന്നു. ഇത്ര വലുതായിരുന്നു. ഇത്ര വലുതായി. ഓക്കെ. എന്നിട്ട് അതിൽ നിന്ന് പാല് വിറ്റ് എവിടെയാണ് കൊടുത്തത്? ഫസ്റ്റ് കൊടുത്തത് മാരിക്കുടി. അന്ന് മാരിക്കുടിയിലായിരുന്നു കൊടുത്തത്. മാരിക്കുടിക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പാല് അളവുണ്ടായിരുന്നു. അത് പ്രൈവറ്റാ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ മിൽമേ കൊടുക്കാന്ന് പറഞ്ഞിട്ട് 15 വർഷമായിട്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ പാലൊക്കെ വിറ്റ് കിട്ടുമ്പോൾ കുറച്ച് പൈസ കിട്ടുമ്പോൾ സന്തോഷമല്ലേ? കാരണം 25 വർഷം വേറെ സ്ഥലത്ത് ജോലി ചെയ്തിട്ട് പിന്നെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു സന്തോഷം. അതിന്റെ ഒരു അനുഭവം ഒന്ന് പറയാമോ? അതിന്റെ അനുഭവം വീട്ടിലെ കാര്യങ്ങളെല്ലാം നടന്നു. പിന്നെ ലോൺ എടുത്തുറന്നു 2 പശു എടുക്കാൻ. അപ്പൊ ലോൺ അടയ്ക്കണം, പിന്നെ വീട്ടിലെ ചെലവ്. ഇതെങ്ങനെ നമ്മള് കിടാക്കളെ നിർത്തിയാണ് പരിപാലിച്ചാണ് ഇവിടെ ചെയ്യണത്? എന്തെങ്ങനെയാ? കിടാക്കളെ നിർത്തുള്ളൂ. പിന്നെ കിടാവ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് പശുവിനെ വാങ്ങിക്കും.
അതെ. ഓ, പാലില്ലാതെ അമ്മ വീടുകളിൽ കൊടുക്കും, മിൽമയെ കൊടുക്കും. അപ്പൊ ഈ തൊഴുത്ത് പണിത് എങ്ങനെ, നമ്മൾ പഞ്ചായത്തിന്റെ ആണോ? അല്ല അല്ല, ഞങ്ങള് സ്വന്തമായിട്ട് പണിതാ. അതെയോ? ഇതെങ്ങനെ ചെറുതായിട്ട് പൈസ കൂട്ടി വെച്ചിട്ടാണ്? പൈസ ഇതിന്റെ തന്നെ പൈസ ഞങ്ങൾ എടുത്ത് ഓട് വെച്ച് ആദ്യം ഇതുണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് അത് ഷീറ്റ് മേടിച്ച് അതും മേഞ്ഞു. ഓക്കെ. ഈ കണ്ടു, ഇതാണ് വീട്. വീട് മോശ, കുഴപ്പമില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ജീവിക്കാൻ വീടുണ്ടല്ലോ. ഇതാണ് വീട്, ചെറിയൊരു വീട്. ആ വീടിനോട് ചേർന്ന് ചെറിയൊരു തൊഴുത്ത്. ആ തൊഴുത്തിലാണെങ്കിൽ എത്ര 6 പശുക്കളേ ഉള്ളൂ. അതുങ്ങളുടെ പാല് വിറ്റിട്ടാണ് ജീവിക്കുന്നത് അല്ലേ? അതെ. എന്തായാലും ഈ ഒരു ചെറിയ തൊഴുത്തിലെ പശുക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ചേച്ചിയുടെ പശുക്കള്. അത് ജേഴ്സി. ഇതിപ്പോ വാങ്ങിച്ചാണോ? അതെങ്ങനെയാ? ഇത് വാങ്ങിച്ച പശുവിന്റെ കിടാവാ. ഇത് 3 ഞങ്ങളുടെ തന്നെയാ. പിന്നെ അപ്പുറത്തും കിടാണ് വാങ്ങിച്ചത്. ആ കുഞ്ഞിക്കിടാവ് ഇവിടുത്തെയാ. ഓക്കെ. അപ്പൊ ചേച്ചിക്ക് എത്ര ലിറ്റർ പാലുൽപാദനമുള്ള പശുക്കൾ ഇവിടെ ഉള്ളത്? ഇത് പ്രസവിച്ചു കഴിഞ്ഞ 3 മാസം വരെ 13 കിട്ടും. അതെയാ? കുഴപ്പമില്ല, അത്യാവശ്യം. ഇത് പ്രസവിച്ചിട്ട് 9 കിട്ടിയുള്ളൂ. ഇതിന് 9, അതിന് 9 ആദ്യത്തെ പ്രസവ. ചേച്ചി ഇതിനകത്ത് കൂടുതൽ ചേച്ചി HF-ന്റെ പശുക്കളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, എന്താ കാരണം? അത് അങ്ങനെ ഉണ്ടായതല്ലേ, കിടാക്കള ഉണ്ടായത്, അല്ലാണ്ട് HF തെരഞ്ഞെടുത്തല്ല. നമ്മള് കിടാവ് ഉണ്ടായത്. അതായത് കൊണ്ടുവരുന്നു കുത്തിവെക്കും, ഡോക്ടർ സെമ കൊണ്ടുവരുന്നു കുത്തിവെക്കണം. അങ്ങനെയുള്ള നമ്മൾ ഇന്നതൊന്നും പറയണില്ല അല്ലേ? ഇല്ല, HF വേണമെന്നൊന്നും പറയണ്ട. ഈ ഒരു പശുത്തൊഴുത്ത് നോക്കിക്കോ, ഇത്രയുള്ള വളരെ ഹൈറ്റ് കുറഞ്ഞാണ്, ഓടിട്ടാണ്. പിന്നെ ഇതാ പശുത്തൊട്ട് വെക്ക്, ചെറിയൊരു പശുത്തൊഴുത്ത്. അത്യാവശ്യം 3 പശുക്കളെ നിർത്താവുന്ന രീതിയിൽ ചെയ്തേക്കണം അല്ലേ? 3 പശു. പിന്നെ അതുപോലെ തന്നെ ഇത് തൊട്ടിയാണ്, പുൽത്തൊട്ടി. വെള്ളം കൊടുക്കാൻ. അപ്പൊ അവര് കുത്തി കളഞ്ഞ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായി, കണ്ടോ? പോസ് കണ്ടോ? അവര് ഒടിച്ചു കളഞ്ഞു കുത്തി. അതെയോ? അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, 6 വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇതുപോലൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. സെറ്റ് ചെയ്താ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കിടാവിനെ നിർത്താൻ വേണ്ടി അവിടെ അവർക്ക് ഒരു ചെറിയൊരു പുൽത്തൊട്ടി ഉണ്ട്. ഇവിടെ എത്ര മാസമായി? എത്ര നാളെ? അത് 5-8 മാസമായി. 5-8 മാസമായി. പിന്നെ അടുത്ത് ചാർത്തി എടുത്തതുണ്ട്. ഇവിടെ 3 പശുക്കളെ നിർത്തിയിട്ടുണ്ട് അല്ലെ? അതെ, 3. ചേച്ചി എപ്പോഴാ ഈ പശു വളർത്തിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 മണിക്ക്, രാത്രി 2 മണിക്ക് എഴുന്നേക്കണം. ഇത്രയും പശുക്കളാകുമ്പോ 2 മണിക്ക് എഴുന്നേക്കോ? 2 മണിക്ക് ആദ്യത്തെ കറവ് എവിടെയാ? അതെയോ? കറവക്കാരനെ വെച്ചാണ് കറക്കണം. അതുകൊണ്ടാണ് 2 മണിക്ക് എഴുന്നേറ്റാ 3:30 ആവുമ്പോഴേ തീരുള്ളൂ. പശുവിനെ ചേട്ടൻ വന്ന് ചാണം വരും, ഞാൻ കുളിപ്പിച്ചിട്ട് പിന്നെ പാലൊക്കെ കളന്ന് രാവിലെ 10-15 ലിറ്റർ പാല് പുറമെ കൊടുക്കും. ബാക്കിയുള്ളത് മിൽമയെ കൊണ്ടുപോകും. അത് ചേച്ചിയും ചേട്ടനും കൂടെ കൂടിയാണ് പോണത് പാല് കൊടുക്കാൻ. കറവക്കാരൻ വന്നില്ലെങ്കിൽ മോൻ വന്ന് കറക്കും. മോനും അറിയാം കറക്കാനായിട്ട്. പിന്നെ അതേ രാവിലെ പിന്നെ തീറ്റ എപ്പോഴാ? രാവിലത്തെ തീറ്റ എപ്പോഴാ കൊടുക്കണേ? കറവ കഴിയുമ്പോ തന്നെ തിരി കൊടുക്കും. അപ്പൊ എന്തോരം നമ്മൾ തീറ്റ കൊടുക്കണം? തീറ്റ പുല്ലാണോ? പുല്ലിന്റെ കാര്യം നമുക്ക്, പുല്ല് 6 മണിക്ക് പോകൂലേ? അതിനുശേഷം പണിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പുല്ലിന് പോകും. ഇത്രയും കെട്ടോ ഒറ്റ ദിവസമാണ് വെട്ടുന്നത്? 35 മുടി 30 മുടി. അപ്പൊ ചേട്ടൻ വരുമല്ലേ, ചേട്ടൻ പറക്കിയിട്ട് ഷീറ്റില്, വലിയ ഷീറ്റ് ഉണ്ട്, ആ ഷീറ്റിലിട്ട് വലിച്ചോണ്ട് വരും. ഷീറ്റ് കെട്ടി വെച്ചാണ് അവിടെ. ആ സൈഡിലല്ലേ? ആ ഷീറ്റിലിട്ട് വലിച്ച് വെള്ളത്തിക്കട വലിച്ചു കൊണ്ടുവന്ന് കരയിൽ അടുപ്പിച്ചിട്ട് ഞങ്ങൾ 2 കൂടി പറക്കി വണ്ടി വന്നോടത്ത് വയ്ക്കണം. മേളിൽ വെച്ച വെട്ടുള്ളൂ അല്ലേ? വെള്ളത്തിന്റെ മീതെ വെച്ച് ഇറക്കണം. വെള്ളത്തിന്റെ മീതെ വെച്ച മീതെന്ന്. ഇത് അപ്പൊ എന്താ ചെളി പറ്റാതിരിക്കാനാ? ചെളി പറ്റാതിരിക്കാനാ. അല്ലെ പിന്നീട് വളർന്നു വരാൻ വേണ്ടി? അങ്ങനെ അല്ല, ചെളിയും വെള്ളത്തിന്റെ മീതെ വെച്ചാൽ അറുത്തെടുക്കുള്ളൂ. എത്ര കിലോ ആണ് ഇത്? ഒറ്റ മുടി അല്ലേ? ഇത് നമ്മൾ വൈക്കോല് കെട്ടുന്ന പോലെ കെട്ടിക്കൊണ്ട് വരും. അപ്പൊ എടുത്തോണ്ട് വരും, ഇങ്ങനെ പൊക്കി എടുത്തോണ്ട് വരാനും എളുപ്പമുണ്ട്. ഇതിപ്പോ ഒറ്റ ദിവസത്തേക്കുള്ളൂ പശുക്കൾക്ക്? ഇല്ല, ഇന്ന് ഉച്ച കഴിഞ്ഞ് കൊടുത്ത് നാളെ കാലത്തേക്ക് കൂടി ഉണ്ടാവും. ഇത് ഞാൻ നാളെ മീറ്റിംഗ് ഉള്ളായിരുന്നു, പോണില്ല. അത് പറഞ്ഞപ്പോൾ ഓർത്താ, ഞങ്ങള് വന്നപ്പോ ചേച്ചി മീറ്റിങ്ങിനൊക്കെ പോയി, ഇടയ്ക്ക് മീറ്റിങ്ങിനൊക്കെ പോയി. മിൽമേല് കമ്മിറ്റിയിലുള്ളതാ. SC ആണ് ഞാൻ. അപ്പൊ SC വേണമല്ലോ കമ്മിറ്റിയിൽ ഒരാള്. അപ്പൊ അത് കാരണം കമ്മിറ്റി ഇന്ന് കമ്മിറ്റി ഉണ്ടായി, നാളെ വാർഷിക പൊതി പോവാം എല്ലാ വർഷവും. അപ്പൊ പൊതുപ്രവർത്തനങ്ങൾക്കൊക്കെ അതിന്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? കുടുംബശ്രീയുടെ പ്രസിഡന്റ്, കുടുംബശ്രീക്ക് പോകണം. അതെ, എല്ലാം അതിന്റെ ഇടയ്ക്ക്. അപ്പൊ ചേട്ടനുണ്ടല്ലോ വീട്ടില്. ചേച്ചിനെ പോലുള്ള വീട്ടന്മാര് വിചാരിക്കും എനിക്ക് ഇതുപോലെ ഒരു പശു വളർത്തിയാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ ചേച്ചിയുടെ അഭിപ്രായം എന്താ? കഷ്ടപ്പാടാണ്. ഞാൻ ഇറങ്ങണമായിരുന്നു, ഇത്ര വെള്ളത്തിൽ നിന്ന് ആരും ഇറങ്ങൂല. ചിലപ്പോ ഇത്ര വെള്ളം ഉണ്ടാവും, ചിലപ്പോ ഇത്ര അരക്ക് വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിലും ചെളിയിലും അറക്കുമ്പോ ഒറ്റയ്ക്കാ പോണേ. ഇത്തിരി അകലുണ്ടെങ്കിൽ മാത്രമേ ചേട്ടൻ വരുള്ളൂ. പിന്നെ 10 മണി 9:30 ആകുമ്പോഴേക്കും ചേട്ടൻ വരും. ഓക്കെ. എന്നാലും ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നമുക്ക് പൈസ കിട്ടും ജീവിക്കാനായിട്ട് അല്ലേ? കുടുംബം നടന്നു. എന്റെ അടുത്ത് ചേച്ചി ലോണും അടയ്ക്കണുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. വീട്ടിലേക്കുള്ള സാധനങ്ങൾ, കറണ്ട് കാശ് അടയ്ക്കണം, വെള്ളത്തിന്റെ കാശ് അടയ്ക്കണം,
അങ്ങനെ പല കാര്യങ്ങളും നടത്തണം ഇതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ചേച്ചി ഇപ്പൊ ഇത്ര ചെറിയ സ്ഥലത്ത് എങ്ങനെ ഇത്രയും പശുക്കളെ ചേച്ചി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണേ? പുറത്തിറക്കാൻ പറ്റൂലല്ലോ. അത് രണ്ടെണ്ണം ഇത്രയും പുല്ല് കൊണ്ടുവന്ന് അകത്ത് തന്നെ തീറ്റ കൊടുക്കണേ. അപ്പൊ വെള്ളം അങ്ങനെ വെള്ളം മോട്ടർ അടിച്ച് ടാങ്ക് അവിടെ നിറച്ചിടും. അവിടെ നിറച്ചിടും അല്ലേ? മിഷീൻ അടിച്ച് കുളിപ്പിക്കും. ഓട് കഴുകണം. പ്രഷർ വാഷർ വാങ്ങിച്ചിട്ടാ കൊള്ളാട്ടോ. അതുകൊണ്ട് കൈ പാടില്ല, കൈയും കാലൊന്നും പാടില്ല. നമ്മുടെ എളുപ്പത്തിന് വേണ്ടി അത് ചെയ്തേ. അപ്പൊ തേക്കണ്ട, അത് പിടിച്ചാൽ മതി. ഓസ് പിടിച്ചാൽ ചാണം എല്ലാം പൊക്കോളും. ഓക്കെ. ആ തൊഴുത്തും അങ്ങനെ തന്നെ കഴുകി പോകും. എങ്ങനെ ഇതിന്റെ വെള്ളമൊക്കെ എവിടെ പോണേ? വെള്ളം അങ്ങനെ അങ്ങോട്ട്. ഓക്കെ. ഇത് ചാണം മാത്രം വാരിടുള്ളൂ. ഓക്കെ. ഇതാ ചാണകക്കുഴി ഇട്ടാ. ഇത് സെപ്പറേറ്റ് ഇങ്ങനെ ചാണകക്കുഴിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കണാണ്. സെപ്പറേറ്റ് ചാണകക്കുഴി. ഇതിന്ന് ഇവിടുന്ന് ബക്കറ്റിൽ വാരി അങ്ങോട്ട് ഇടും, ഇവിടുത്തെ നേരെ വാരി ഇടും. അപ്പൊ ഇത്രയും വലിയ പശുക്കളല്ലേ? അപ്പൊ ചേച്ചി എങ്ങനെ ഇതുങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത്? കൺട്രോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഇവരെ കൊണ്ട് ശല്യമില്ലല്ലോ. ചേച്ചി ഹൈറ്റ് കുറവാണ്, നിങ്ങൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. ഇങ്ങനെ പിടിക്കണം. ഓസ് അങ്ങനെയാണ് കുളിപ്പിക്കണേ. പിന്നെ അവരെന്തെങ്കിലും എന്താ പറയാ തട്ടോ അങ്ങനെ പേടിയോ അങ്ങനെയൊന്നും ഇല്ല? ഇല്ല ഇല്ല ഇല്ല, എനിക്ക് പേടിയില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഇങ്ങനെ നമ്മുടെ തന്നെ അല്ലേ, നമ്മുടെ കുട്ടികളെ തന്നെ വളർത്തിയെടുത്തോണ്ട് അത് പ്രശ്നം ഉണ്ടാവില്ല. അത് കുഴപ്പമില്ലാണ്ട്. ചിലർക്കും ചേച്ചി മാത്രമാണ് സാധാരണ ചേച്ചിമാര് വളർത്താറുള്ളൂ. അതാണ് ഞാൻ ചോദിച്ചത്. ചേച്ചി മാത്രം സെലക്റ്റീവ് ആയിട്ട് HFന്റെ പശുക്കളെയാണ് വളർത്തുന്നത്, അതാ ചോദിച്ചത്. അങ്ങനെ അല്ലേ? എനിക്ക് കുറവില്ല. ഇവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടൊന്നുമില്ല അധികം. പാവങ്ങളല്ലേ? അവര് പാവങ്ങളായതുകൊണ്ട് തട്ടൂല. എങ്ങനെയാണ് കുളിപ്പിക്കണേ? പൊക്കം കൂടുതലുള്ളതെന്ന് ഇങ്ങനെ വായിക്കണം. കണ്ടാ, നമുക്ക് തേച്ച് വരച്ച് കഴിയേണ്ട ആവശ്യം വരില്ല. രാവിലെ വെളുപ്പിന് ഞാൻ കുളിപ്പിക്കും. അതെല്ലേ? വെളുപ്പിന് കുളിപ്പിക്കും. ഞാനാ കുളിപ്പിക്കണേ. ചേട്ടൻ ചാണാൻ വരും, ഞാൻ കുളിപ്പിക്കും. പിന്നെ കറക്കാൻ ആളില്ലെങ്കിൽ മോൻ വന്ന് കറക്കും. ഓക്കെ. അപ്പൊ ഈ പ്രഷർ വാഷ് വാങ്ങിക്കുന്നതിന് മുമ്പ് ചേച്ചി തന്നെ തേച്ച് കുളിപ്പിക്കും? തേച്ച് കുളിപ്പിക്കാറുണ്ട്. അന്നേരം ഇതുപോലത്തെ പശുക്കൾ തന്നെയല്ലായിരുന്നോ? അതെ അതെ. അപ്പൊ അതെങ്ങനെയായിരുന്നു ചേച്ചി? കൈ എത്തിച്ചപ്പോ ഹോസ് ഉണ്ടല്ലോ. ഇനി എന്തായാലും ചേച്ചി പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റയാണ് അല്ലെ? തീറ്റ എന്തൊക്കെ തീറ്റ ഇപ്പൊ കൊടുക്കണേ ചേച്ചിക്ക് ഇവിടെ? തിരിയും പൊടി. അതായത് ഇവിടെ എന്താ പറയാ പാലുൽപാദനം അനുസരിച്ചാണോ കൊടുക്കുന്നത്? പാലുൽപാദനം അനുസരിച്ച്. ഓക്കെ. ഇതിപ്പോ പൊടി എന്ന് പറയുമ്പോ ഈ പൊടിയാണ്, ഭൂട്ടാനാണ്. ഈ പൊടി 1/2 കിലോ വെച്ച്. 1/2 കിലോ വെച്ചല്ലേ? 1/2 കിലോ വെച്ച് 3 കിലോ തിരി. 3 കിലോ എല്ലാവർക്കും ഒരുപോലെ അല്ലായിരിക്കും? അല്ല അല്ല അല്ല. ജേഴ്സി പശുക്കൾക്ക് 3 കിലോ തിരി. പാല് 13 ലിറ്റർ 10 ലിറ്റർ കിട്ടുകയാണെങ്കിൽ 4 കിലോ തിരി കൊടുക്കും. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ ഓരോരുത്തരുടെ പാലുൽപാദനം അവരുടെ ഒരു ഹെൽത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി. ആരോഗ്യത്തിന് വേണ്ടിയും പാല് കൂടാൻ വേണ്ടിട്ട്. പാല് കൂടാനായിട്ട് ഇപ്പൊ എത്ര നാളെ ഇത് കൊടുക്കാൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് 5-6 വർഷമായി. അതെയോ? ബൂട്ടാൻ. ഓക്കെ. ഇത് എവിടെ നിന്ന് എടുക്കണേ? അത് താമരച്ചപ്പുറത്ത് ഒരു കടയാണ്. അപ്പൊ ഇത്രയും ചെറിയ സ്ഥലത്തെ ഈ തീറ്റയൊക്കെ എവിടെ സ്റ്റോർ ചെയ്യണേ? ചെറിയ സ്പേസ് ഉള്ളൂ കേട്ടോ, അതാ ഞാൻ ചോദിച്ചത്. തീറ്റണ വെച്ചാണ് ഉള്ള സ്ഥലത്താണ് തീറ്റ. അത് തിരി മിൽമേന്ന് കിട്ടി 6 ചാക്ക്. അപ്പൊ അതവിടെ കൊണ്ടുവച്ചു. അല്ലെങ്കിൽ 4 ചാക്ക് 5 ചാക്കൊക്കെ എടുക്കും, അവിടെ ഒതുക്കി വെക്കും. ഇപ്പൊ ഈ ഒരു തീറ്റ കറവ പശുക്കളും മാത്രമാണ് കൊടുക്കുന്നത്? അത്രേ ഉള്ളൂ തീറ്റ. മറ്റുള്ളവർക്ക് തിരി കൊടുക്കും, കിടാക്കൾക്ക് ഈ പൊടി മാത്രം. പൊടി കറവ പശുക്കൾക്ക്. ഇപ്പൊ മനീഷ് പറഞ്ഞില്ലേ എന്ത് തീറ്റയാണെന്നാണ്? TMR കൊടുക്കാൻ 2 ചാക്ക് എനിക്ക് തരാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് ചേച്ചിക്ക് പുല്ല് വെട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടും അല്ലേ? പിന്നെ വേറെ ഏതാണ്ട് സൈലേജ് ഇറക്കണം. ഇപ്പൊ ഞങ്ങക്ക് മിൽമേല് പറഞ്ഞിട്ടുണ്ട്. സൈലേജ് അവൻ തന്നു 3 ചാക്ക്. അപ്പൊ മിൽമേന്നുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മിൽമേന്ന് കിട്ടും എല്ലാം. മിൽമേല് ഞങ്ങളുടെ മിൽമേല് ഇറക്കാറില്ല. ഇപ്പൊ ഈ തവണ ഇറക്കാന്ന് പറഞ്ഞു. പുല്ലിന് ഇനി ക്ഷാമ വേനലായില്ലേ, കാര്യം ഞാൻ വെള്ളത്തിൽ പോയി ഇറക്കണമെങ്കിൽ ഇപ്പൊ വെള്ളം ഇല്ലാണ്ടായി തുടങ്ങി. ചെളിയും വെള്ളവും അപ്പൊ ബുദ്ധിമുട്ടാവും. കൃത്യം 12-11:30 ഞങ്ങൾക്ക് ഇവിടെ വന്നാലേ അടുത്ത കറവ തുടങ്ങാൻ പറ്റുള്ളൂ. അതെ, അല്ലെങ്കിൽ നമ്മുടെ പണിയൊന്നും നടക്കൂല. പണി നടക്കില്ല, കറവക്കാരൻ വന്നിട്ട് പോകും. പിന്നെ പാല് കൊടുക്കാനും താമസിക്കും അല്ലെ? പാല് കൊടുക്കാൻ തൊട്ടടുത്താണോ പാല്? അല്ല, കുറച്ചകലോട്ട് പോണം. മിൽമേലെ കൊടുക്കണേ. വീടുകള് കുറച്ചകല. അത് സ്കൂട്ടിക്ക് കൊണ്ടുപോകും. മോൻ രാവിലെ കൊണ്ടുപോയി കൊടുക്കും. ഉച്ച കഴിഞ്ഞ് 2 അടുത്ത വീടുകൾ ഈ വില്ലയിലൊക്കെയാണ് ഞാൻ കൊടുക്കും. നമുക്ക് ഇവിടെ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? 65. കുഴപ്പമില്ല, നമ്മൾ അധ്വാനിക്കുന്നത് കിട്ടുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ടല്ലേ? 65. അപ്പൊ ഇത് 2020 ഭരിക്കുന്ന പഞ്ചായത്താണ്ട് പശുവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട്? 2 പശുവിന് അവര് ലോൺ തന്നു. 2020 ലോൺ തന്നു. ലോൺ അടച്ചു. ഗ്രാമീൺ ബാങ്കിലേക്ക് ഇറങ്ങാൻ ലോൺ 1,25,000 രൂപ. അത് അടച്ചു തീർത്തു. 3 വർഷം കഴിഞ്ഞു. അപ്പൊ ഇതിനു മുമ്പ് പോയ ജോലിനേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജോലിയായിട്ട് ഈ ഒരു പശുവളത്തിൽ തോന്നുന്നുണ്ട് ചേച്ചിക്ക്? അതാവുമ്പോ കാലത്ത് 8 മണിക്ക് പോകണം, വൈകുന്നേരം 5:30 കയറി വരാൻ പറ്റുള്ളൂ. ഇതാവുമ്പോ ഉച്ചക്ക് ഒരു 11-12 മണിയാവുന്ന കറവ തീരുന്ന എനിക്ക് 1-2 മണിക്കൂർ വിശ്രമിക്കാം. 2 മണിക്കൂർ റെസ്റ്റ്.
അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇവരുടെ പണി തുടങ്ങണം. വീട്ടിലെ പണി അത്യാവശ്യം ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ളപ്പോ ചെയ്താൽ മതി അല്ലേ? ആരും ചോദിക്കില്ലല്ലോ. അത് ശരിയാ. മറ്റേ കറക്റ്റ് സമയത്ത് ചെല്ലണം. കറക്റ്റ് സമയത്ത് ചെല്ലണം. 8 മണിക്ക് ഇറങ്ങിയാ ഉച്ചയ്ക്ക് 1 മണിക്ക് കയറും. പിന്നെ ഊണ് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങണം. 5:30, 6 മണിക്കല്ലേ കയറി പോരാൻ പറ്റുള്ളൂ. ഇതാകുമ്പോ നമ്മുടെ സൗകര്യത്തിന്. അതായത് നമുക്ക് എവിടെയും പുറത്തു പോകണമെങ്കിൽ അല്ലെങ്കിൽ പുറത്തു പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഒരാള് വീട്ടിൽ വേണം. ചേട്ടനുണ്ടെങ്കിലും ചേച്ചിക്ക് പോവാം. ഒരാളെ നിർത്തണം. അല്ലെങ്കിൽ മോൻ, ഞങ്ങൾ രണ്ടാളും പോയി മോൻ ഇവിടെ നിർത്തും. അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് സന്തോഷമല്ലേ ചേച്ചിക്ക്? കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടക്കുറവില്ല. എന്ന് പണിക്ക് പോകണേലും ഇഷ്ടം എനിക്ക്. അതെ, പിന്നെ നമുക്ക് അത്യാവശ്യം പൈസയും കിട്ടും ഇതിന്നല്ലേ? എല്ലാ കാര്യങ്ങളും അതാണ്. പിന്നെ മാസം മാസവും പൈസ കിട്ടുള്ളൂ. പിന്നെ അത് മാസത്തല്ല, ഞാൻ ദിവസം കൂലിക്ക് പോയിക്കൊണ്ടിരുന്നു. അതെ, വാർക്കപ്പടിക്ക്. പിന്നെ മഠത്തിൽ ഇങ്ങനെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. മഠം എന്ന് പറഞ്ഞാൽ സമരറ്റിന് ഹോസ്പിറ്റലില്ലേ, ഹോസ്പിറ്റലിലെ മഠം ഉണ്ടായിരുന്നു. അവര് കന്യാസ്ത്രീ മഠം. അവർക്ക് കുറെ പാടം ഉണ്ടായിരുന്നു. പിന്നെ പശു ഉണ്ടായിരുന്നു. അപ്പൊ ആ പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അത് ദിവസം കൂലിയല്ലേ. അപ്പൊ അതിനേക്കാളും കൂടുതൽ പൈസ ഇവിടെ കിട്ടും അല്ലേ? പിന്നെ വാർക്കപ്പണിക്കും പോവാറുന്നു. വാർക്കപ്പള്ളി എല്ലാ പണിക്കും പോവാറുന്നു. ചേച്ചി ഇപ്പൊ തീറ്റക്കൊക്കെ നല്ല വിലയല്ലേ? പിന്നെ എങ്ങനെയാണ് ഈ കിടാക്കളെ ചേച്ചി വളർത്തിയെടുക്കുക? കാരണം വെച്ചാൽ നല്ല അത്യാവശ്യം പൈസ ആവൂല്ലേ? അത് കിടാക്കളെ വളർത്തുന്ന വെച്ചാൽ കുറേശ്ശെ തിരികെ കൊടുക്കും, പുല്ലും കൊടുക്കും. ഞാൻ ഈ അറുത്തോണ്ടിരുന്ന പുല്ല് കിടാക്കൾക്കും പശുവിനും എല്ലാത്തിനും കൊടുക്കുക. അതായത് നിങ്ങളുടെ ഈ ഒരു പശുവിന്റെ തീറ്റ അത് നിങ്ങൾക്ക് കൊടുക്കണം, അങ്ങനെയാണോ? അതോ അങ്ങനെയല്ല, തീറ്റ കിട്ടുന്നുണ്ടോ? അവർക്ക് വേറെ കൊടുക്കും, ഇവർക്ക് വേറെ കൊടുക്കും. അത് തന്നെ നല്ലതല്ലേ. 8 മാസമായിട്ടുള്ള ആ കിടാവിന്. അപ്പൊ ഇനി പ്രായമായന അത് കുത്തിവെച്ച് കഴിയുമ്പോ പ്രായമായനെ കൊടുക്കാലോ. ഇതിന് 4ാമത്തെ പ്രസവമായി. അപ്പൊ ഇവള് വളർന്നു വരുമ്പോഴത്തേക്ക് ഇവിടെ കൊടുക്കും. അങ്ങനെ 6 മാക്സിമം നിർത്താൻ പറ്റുള്ളൂ. അതിനുള്ള സ്ഥലമുള്ളൂ. പിന്നെ ഉണ്ടല്ലോ ചേച്ചി, ഇപ്പൊ ഈ പശുക്കളെ പ്രസവിക്കുന്ന സമയത്തൊക്കെ സ്ഥലം വേണ്ട. അപ്പൊ എന്ത് പുറത്തേക്ക്? അപ്പൊ ഒരെണ്ണത്തിന് ഇങ്ങോട്ട് അഴിച്ച് പുറത്തേക്ക് കെട്ടും. പ്രസവം കഴിഞ്ഞ കിടാവിനെ മാറ്റി കഴിയുമ്പോ അവിടെ തന്നെ തീറ്റ കൊടുത്ത് കഴിഞ്ഞാ അപ്പൊ ഇനി പുല്ല് കൊടുക്കണം. അപ്പൊ ആ പുല്ല് 2 മുടി കൊടുക്കും. ഇതിനുണ്ട് അല്ലേ? 2 മുടി ഒരു നേരം അല്ലേ? രാവിലെയും 2 മുടി. നല്ല നീളമുള്ള. ഇതില് നീളം ഉണ്ടാവാറുണ്ട്. ഇത് ഞാൻ നീളം കുറച്ച് ചേർത്തതാ. അതെ അല്ലേ? അത് ഈ വേനലാവുമ്പോ വെള്ളം കുറയുമ്പോ പുല്ലിന് നീളം കുറയും. അപ്പൊ പുല്ലിന് വളർച്ച കുറയൂലോ. വെള്ളം കൂടുതലുള്ളപ്പോ നീളം ഉണ്ടാവും. ചേച്ചി അപ്പൊ ഇത്രയും പുല്ല് കൊടുക്കുമ്പോ വൈക്കോല് കൊടുക്കുന്നുണ്ട്? വൈക്കോലുണ്ട്. വൈക്കോല് ഇറക്കി വെച്ചിട്ടുണ്ട് മിൽമേന്ന്. അതെയാ? അത് വൈകുന്നേരമാണ് കുറച്ച് കൊടുക്കുള്ളൂ വൈക്കോല്. അതെ. അതായത് ഇപ്പൊ പുല്ല് കൊടുക്കുമ്പോ എന്താ പറയാ, ചാണകം മുറുകി പോകാൻ വേണ്ടിയാണോ? അല്ല, അത് ചെലപ്പോ ഇവർക്ക് ഇടയ്ക്ക് ഒരു വൈക്കോല് കൊടുക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഒന്ന് പോകാൻ പറ്റില്ല. അപ്പൊ വൈക്കോല് പുല്ലും കൂടി അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് കൊടുക്കണേ. ചെറുപ്പത്തിലാണോ വെള്ളം കോരി കൊടുക്കുവോ? ഇല്ല, ഓസ്. ഞാൻ വിചാരിച്ചു ഓസ് ഇട്ടുണ്ട്. അത് കറണ്ട് ഇല്ലെങ്കിൽ കുളിപ്പിക്കണമല്ലോ. അതെ. അപ്പൊ വെള്ളം കൊടുക്കാം, കുളിപ്പിക്കുകയും ചെയ്യാം ഓസും കൊണ്ട്. ചേച്ചി അപ്പൊ നമ്മൾ ചാണകം വിൽക്കുന്നുണ്ടോ? വിൽക്കുന്നുണ്ട്. അതെങ്ങനെ, ചാക്ക് തന്നെയാണോ? അല്ല, ഞങ്ങൾ ഉണക്കിക്കൊണ്ടിരുന്ന. അപ്പൊ അപ്പുറത്ത് വില്ല വന്നാറുണ്ട്, ഉണക്കാൻ പറ്റില്ല. അന്നേരത്ത് ലോഡ് കയറ്റിപ്പോ. അത് നമുക്ക് നിസ്സാര പൈസ ആയിരിക്കും കിട്ടുള്ളൂ. 800 രൂപ 750 രൂപയൊക്കെ തരും. ചേച്ചി എങ്ങനെയാണ് പാടത്തുനിന്ന് പുല്ലെടുക്കണെന്ന് കാണിച്ചത്? ഇതുപോലെ തന്നെ ഈ ഷീറ്റ് വഞ്ചി പോലെ കെട്ടിയിട്ടുണ്ട്. സൈഡിലും ഈ സൈഡിലും അങ്ങനത്തതും കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം ചേച്ചി? പുല്ലിങ്ങനെ കെട്ടിയിട്ട് വെള്ളത്തിലിടും. ഞാൻ കെട്ടി കഴിയുമ്പോ നല്ല ഐഡിയ കേട്ടോ. ഇതിങ്ങനെ അടക്കി ഇത്രയും പൊക്കത്തിലായിട്ട് വലിച്ചുകൊണ്ട് വരും. അപ്പൊ നമുക്ക് വെയിറ്റ് എടുക്കേണ്ട ആ ഒരു ഇതുപോലെ 30 മുടി പുല്ല് അറുത്ത് ഇതിലിട്ട് പൊക്കത്തില് വലിച്ചോണ്ട് വരും. വെള്ളത്തിന് ഒത്തിരി ഭാരം വരുമ്പോ ചേട്ടനെ കൊണ്ട് കയറ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ കയറല്ലേ? അത് ഇതിന്റെ തുമ്പത്ത് കെട്ടി വലിക്കും. വെള്ളം അധികം ഉള്ളപ്പോ. നല്ല ഐഡിയ. സൂപ്പർ. ഇത് നിർത്തണ്ട എന്നാണ്. പറ്റില്ലാണ്ടാവുമ്പോ നിർത്തൂലേ? പറ്റില്ലാണ്ടാവുന്നേരം തുടങ്ങാം എന്നുള്ള ഉദ്ദേശമാണ്. മാറ്റിക്കോട്ടെ ചേച്ചി. അപ്പൊ ഈ ഒരു ഷീറ്റ് എത്ര നാൾ കൂടുമ്പോ മാറ്റണേ? ഇത് 3 മാസമേ പറ്റുള്ളൂ. എന്താ വെച്ചാൽ അതെന്തുകൊണ്ട് അങ്ങനെ മാറ്റണേ? അത് ലീക്ക് ചെയ്യും. ഇങ്ങനെ വലിച്ച് ചോർന്ന് വരും. വെള്ളം കയറും. ഇതിപ്പോ ഈ ഒരു ഷീറ്റ് അത് പുല്ലിന്റെ ഷീറ്റാണത്. അതെല്ലേ? അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടോണ്ട് ഇന്ന് കുഞ്ഞിപ്പെണ്ണ് ചേച്ചിയുടെ പശു വളർത്തലാണ്. അപ്പൊ ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.